സാറ് ഫാദറിന്റെ അടുത്ത് സംസാരിച്ചപ്പോഴും ചിലപ്പോ ഇത്ര എമൗണ്ട് ഒക്കെ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. അതെ, അതെങ്ങനെയാണ് ഒരു എമൗണ്ടിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തിയത്? ടോട്ടൽ പ്രോഫിറ്റിന്റെ ഇത്ര പെർസെന്റേജ് നമുക്ക് ചെലവാക്കാം എന്നിട്ട് നോക്കാം, അങ്ങനെയാണോ? അല്ലെ? അതെ, തീർച്ചയായിട്ടും. നമ്മള് മാർക്കറ്റിങ്ങിലേക്ക് നമ്മൾ എന്തായാലും ഒരു ബഡ്ജറ്റിംഗ് എല്ലാ വർഷവും നമ്മൾ ഒരു പ്ലാനിങ് ഉണ്ടാവും. അത് നമ്മുടെ കോസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ അങ്ങനെ സാറ് വെച്ചിട്ടുള്ള ബഡ്ജറ്റിന്റെ മുകളിലേക്ക് പോയിട്ടുണ്ടാകില്ലേ മോഹൻലാലിനെ ഒരാൾ വന്ന സമയത്ത്? നമ്മുടെ വോളിയം അത്രയും ഉണ്ടല്ലോ, ഇറ്റ്സ് എ വോളിയം ബിസിനസ്. ഓക്കെ, ഏകദേശം ഒരു വർഷത്തിൽ തന്നെ ഓൾമോസ്റ്റ് 2 lakh tons നമുക്ക് വോളിയം ഉള്ളത് കൊണ്ട് ഇത് അത്ര വലിയൊരു ഭാരമായിട്ട് ഇത് വരില്ല. സോ അപ്പോൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് സെയിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത്രയും സൈസിൽ വലിയൊരു സൈസിൽ നമ്മൾ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മെസ്സിനെ വരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ ആക്കാമെന്ന് സാർ പറയും. അതെ. പക്ഷേ ഞാൻ പറയുന്നു, നമ്മളെ നാട്ടില് ലാലേട്ടന്റെ മുകളിൽ മെസ്സി ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ ഒരു ബ്രാൻഡാണല്ലോ ശരി. അതെ.